ഈ ഗമയിൽ വരുന്ന ആളാണ് എൻ്റെ പപ്പ ജോസഫ്. ഇത്ര സൂക്ഷ്മതയോടെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരുന്ന ഈ സാധനം എൻ്റെ പിൽക്കാലത്തെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണെന്നല്ലേ? പപ്പയും സ്റ്റീവങ്കളും UK-യിലായിരുന്നു. പപ്പ സർക്കാർ ജോലി കിട്ടിയപ്പോൾ എല്ലാം കളഞ്ഞിട്ടിങ്ങ് പോന്നു. സ്റ്റീവങ്കളോ അവിടുത്തെ ഒരു മദാമയെ കെട്ടി. കുറേ കാലത്തിന് ശേഷം അവർ വന്നതാണ്. എമ ആൻറ്റിക്കും സ്റ്റീവങ്കളിനും കാര്യങ്ങൾ സുഗമമായി നിർവഹിക്കാനുള്ള പപ്പയുടെ പരിഷ്കാരത്തിന്റെ ഭാഗങ്ങൾ ഒന്നായിരുന്നു അത്. അന്ന് സ്റ്റീവങ്കൾ ചെയ്ത പോലെ പപ്പ ഒരു മദാമയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഇന്ന് സായിപ്പ് കുട്ടിയായിട്ട് ജനിച്ചേനെ. അവരുടെ വരവ് അതൊരു സംഭവം തന്നെയായിരുന്നു. അന്ന് സഹൃദയരായ നാട്ടുകാരും സ്നേഹസമ്പന്നരായ വീട്ടുകാരും ശരിക്കും കവാത്ത് മറന്നു. Which god is this? This is not God. This is Ammi. Amikal Kotal. Okay. എമ ആൻറ്റിക്ക് എല്ലാം കൗതുകമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കണ്ടതെല്ലാം ക്യാമറയിലാക്കിക്കൊണ്ടിരുന്നു. ഭാഷാപരമായ ഈ വെല്ലുവിളികളെ നേരിടാൻ എൻ്റെ ഈസിനും വാസിനും ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ ടോം പിടിച്ചു നിന്നു. ആഭ്യന്തരമായ അടിച്ചമർത്തലുകളുണ്ട്. ഞാനോ വഴിയാധാരമായി. ഒടുവിൽ അധിനിവേശത്തിന്റെ നാളുകൾ കഴിഞ്ഞു. എമ ആൻറ്റിയും സ്റ്റീവങ്കളും മടങ്ങിപ്പോയി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വീട്ടിലും സംഭവിച്ചു. ആ എൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം കാരണമാണ് എനിക്ക് കിട്ടേണ്ട ആ സാധനം ഇപ്പം അവൻ്റെ ചെവിയിലിരുന്ന് പാടുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. അത് പപ്പയ്ക്കും അമ്മയ്ക്കും നന്നായിട്ട് സുഖിച്ചു. വരാനുള്ളത് വഴിയിലല്ല, ഗേറ്റിലും തങ്ങില്ല. അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആൽബർട്ട് സാർ എത്തി. ആൽബർട്ട് സാറിന് 2 വീക്ക്നെസ്സുകളായിരുന്നു: ചൂട് സൂപ്പും ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിങ്ങും. English is bigger than anything else. It rules the world. You might be able to live without air in future. But you won't survive without English. You are naked without it. I will inject English into your veins and into your brain. Understand? അമ്മയുടെ ആത്മാഭിമാനം ചിന്നിച്ചിതറിയ ദിവസമായിരുന്നു അത്. അന്ന് ആദ്യമായിട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യം ഞാനും അംഗീകരിച്ചു. ഈ ലൂസി ചേച്ചി ആരാന്നല്ലേ? നമ്മുടെ ജെസ്സി ആൻറ്റിയുടെ മോള്. നാട്ടിലൊരു പ്രേമം ഉണ്ടായിരുന്നത് ഒളിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതാ. ലൂസി ചേച്ചിയുടെ സ്നേഹം വിവിധതരം സൂപ്പുകളായി ആൽബർട്ട് സാറിന്റെ വയറ്റിലേക്കും, ആൽബർട്ട് സാറിന്റെ സ്നേഹം ലെറ്ററുകളായി ഞാൻ വഴി ലൂസി ചേച്ചിയുടെ അന്തരാത്മാവിലേക്കും പോയിക്കൊണ്ടേയിരുന്നു. അയ്യോ പപ്പ അടിക്കില്ലേ, അടിക്കില്ലേ പപ്പ. ആത്മാഭിമാനം പപ്പയുടെ കൈകളിലേക്കും ഇരച്ചു കയറി. ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. അല്ല, അന്നത്തെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു? അന്ന് രാത്രി 12 ബട്ടർ ബണ്ണും സ്കൂൾ ബാഗിൽ തുണിയുമായി ഞാൻ വീട് വിട്ടിറങ്ങി. അയ്യോ പറക്കുന്നളി എന്നെ പിടിക്കരുത്. അയ്യോ പറക്കുന്നളി പിടിക്കരുത്. അയ്യോ പറക്കുന്നളിയാ. അയ്യോ പറക്കുന്നളിയാ. പിന്നീട് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ആ ഭീകരേന്ദ്രം ആദ്യമായി ഞങ്ങളുടെ നാട്ടിലെത്തിയ ദിവസമായിരുന്നു അത്. അങ്ങനെ ഞാനും യുവാവായി. യൗവനം നിറഞ്ഞു തുളുമ്പി. എൻ്റെ ആ പഴയ ആഗ്രഹം വീണ്ടും തലപൊക്കി: യൂറോപ്പ്. പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം. ടോം, അവനും ഇതേ ആഗ്രഹങ്ങളും ശ്രമങ്ങളുമായി നടക്കുകയാണ്. വീട്ടിൽ നിന്നും പോകാൻ ഒരാൾക്കേ അനുവാദമുള്ളൂ. മൊത്തത്തിൽ അവനൊരു ഇംഗ്ലീഷ് മീഡിയവും എന്നേക്കാൾ മിടുക്കനായതുകൊണ്ട് അവൻ്റെ കാര്യം ആദ്യം ശരിയായി. അപ്പോഴാണ് ഭാഗ്യം കൃഷിയുടെ രൂപത്തിൽ എന്നെ സഹായിച്ചത്. പപ്പ എടുത്ത വാരിക്കുഴിയിൽ അവൻ വീണു.
എൻ്റെ ശ്രമങ്ങൾക്ക് വേഗത കൂട്ടി. യൂറോപ്പ്, ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഞാൻ ബാംഗ്ലൂരിലേക്ക് ചേക്കേറി. അങ്ങനെ വീണ്ടും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു. ആ അപ്പാ, എവിടെ? കണ്ടില്ലല്ലോ. അവളാ? ഏതവള്? ബെസ്റ്റ്, നന്ദിയുണ്ട് കേട്ടോ. പണ്ടേ പണ്ടേ നാട് വെടിഞ്ഞേ പല പല നാൾ വാണോരച്ഛൻ സ്വന്തം മണ്ണിൽ ഉൾവിളി കേട്ടേ തിരികെ വരുന്നേ. കേരം തിങ്ങും കേരളം ഒന്നിൽ ഇനിയുള്ള കാലം നിൽക്കാൻ മോഹമുള്ളിൽ തുള്ളി തുള്ളി തിരികെ വരുന്നേ. ഇവിടുള്ളി മക്കൾ കണ്ടോ മറുനാട്ടിൽ പോകാനായി കൊതികൊണ്ടിവിടോ. ഇതാര്? നീ എന്തൊന്ന് വരുന്ന കാര്യം പറയാതിരുന്നേ? അത് പിന്നെ ടിക്കറ്റ് ഒന്നും കൺഫേം ആയില്ല. ഇത് നീ വെച്ചോ. ഉടനടി പണി തന്നേ. വേണ്ട 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 മോനെ, ഞാൻ ചൊല്ലണ വാക്കും കേട്ട് ചുമ്മാ ചുമ്മാ നിന്ന് നോക്ക്, ഗുണമതിനുണ്ടേ. കൊതിയും കനവും വേണ്ട വേണ്ടേ, പറയുന്നത് കേൾക്കൂ മോനെ. ഒത്തിരിയോണം നിങ്ങളെക്കാളുണ്ടവനാണ്ടേ. വാഴ വീഴുമ്പോ നാച്ചുറൽ ആയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് വീഴുള്ളൂ. അത് അയൽക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ജിമ്മിന്ന് വരുമ്പോ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്താൽ മതി. ഉപയോഗിച്ചെങ്ങോ തള്ളും വിലയില്ല പാഴിൽ നിന്നും മഴവില്ലിൻ പൂക്കൾ പൂക്കും ബിരുദാണേ അച്ഛൻ. അത് കാണാൻ കണ്ണില്ലാതെ പുതുലോകം തേടി തേടി ചിറകാർക്കും ചിന്തിക്കാതെ തുമ്പിക്കൂട്ടങ്ങൾ നല്ലോണം പോകാതെ പേടിപ്പിക്കാതെ
പൊങ്ങുന്നേ കാതോരം ഈ കുറുമൊഴികൾ. വേണ്ട 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 മോനെ, ഞാൻ ചൊല്ലണ വാക്കും കേട്ട് ചുമ്മാ ചുമ്മാ നിന്ന് നോക്ക്, ഗുണമതിനുണ്ടേ. കൊതിയും കനവും വേണ്ട വേണ്ടേ, പറയുന്നത് കേൾക്കൂ മോനെ, ഒത്തിരിയോണം നിങ്ങളെക്കാളുണ്ടവനാണ്ടേ. പണ്ട് പണ്ട് നാട് വെടിഞ്ഞേ പല പല നാൾ വാണോരച്ഛൻ സ്വന്തം മണ്ണിൽ ഉൾവിളി കേട്ടേ തിരികെ വരുന്നേ. കേരം തിങ്ങും കേരളം ഒന്നിൽ പിസ്സ ഡെലിവറി എന്ന് പറയുന്നത് അവയവദാനം പോലെയാണ്. പിന്നെ മാർച്ച് പിക്കറ്റിംഗ് ധർണ ഇതൊക്കെ ഉള്ളപ്പോ 80-85 മാക്സിമം. ഇന്ത്യയിലായതുകൊണ്ട് കൊള്ളാം. ലണ്ടനിലേക്കുള്ള പിസ്സ ഡെലിവറി നമ്മൾ കണ്ടുപിടിക്കണം. സാറ് ലണ്ടനിലാണോ? ഇല്ല, will go and speak. Where's my cola? കോളം മറ്റേ പണിക്കാരൻ വാങ്ങി പണിക്കാരനാ? അടിച്ചുകൊണ്ടിരിക്കുന്നു. That fellow is the only പണക്കാരൻ in the house, not പണിക്കാരൻ. Okay? ശരി സാർ. കോളേജിൽ അത് എങ്ങനെ കഴിക്കും? ഞാൻ ചൊല്ലണ വാക്കും കേട്ട് ചുമ്മാ ചുമ്മാ നിന്ന് നോക്ക്, ഗുണമതിനുണ്ടേ. കൊതിയും കനവും വേണ്ട വേണ്ടേ, പറയുന്നത് കേൾക്കൂ മോനെ, ഒത്തിരിയോണം നിങ്ങളെക്കാളുണ്ടവനാണ്ടേ. വേണ്ട 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 മോനെ, ഞാൻ ചൊല്ലണ വാക്കും കേട്ട് ചുമ്മാ ചുമ്മാ നിന്ന് നോക്ക്, ഗുണമതിനുണ്ടേ. കനവും വേണ്ട വേണ്ടേ, പറയുന്നത് കേൾക്കൂ മോനെ, ഒത്തിരിയോണം നിങ്ങളെക്കാളുണ്ടവനാണ്ടേ. ഏത് പാർട്ടിയുടെ ലയന സമ്മേളനം വരുന്നതാ? കൊടിയിൽ എല്ലാ കളറും ഉണ്ടല്ലോ. ഇതൊന്നും അറിയില്ലേ? ഇറ്റ്സ് ട്രിപ്പിംഗ് ഡ്യൂട്ട്, ലേ ലഡാക്ക്. ഉവ്വ ഉവ്വ. നീ പോയായിരുന്നോ? എന്തിനു പോണം? ഞാൻ ഓൺലൈൻ വരുത്തി. അല്ല, നിങ്ങൾ ഈ വെള്ളത്താടിക്ക് എങ്ങനെ മുറിച്ച് കളഞ്ഞ പഴയ ആ സാന്താക്ലോസിന്റെ പരിപാടി വിട്ടോ? വൈറലായിരുന്നല്ലേ? നിന്റെ വീട്ടിൽ വന്നില്ലായിരുന്നോ? ഇല്ല പറയണം ട്ടാ. അല്ല, അത് സംസ്കാരം ഇല്ലാത്ത കൾച്ചർലെസ് ഇഡിയറ്റ്. ഹായ് ആപ്പിൾ. പഴവർഗ്ഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കീടനാശിനി പ്രയോഗം. ഓഹോ, ഇതെന്നെ ഉദ്ദേശം. ഞാൻ ഈ ആപ്പിൾ കഴിക്കുമെന്ന് ഇവർക്കറിയാം. കഴിക്കാതിരിക്കാൻ വേണ്ടി ഈ പത്രം ഇവിടെ കൊണ്ടുവച്ചതാണ്. കാണിച്ചരാ. ആപ്പിൾ ഓറഞ്ച്, ഓറഞ്ച് ആപ്പിൾ, ഓറഞ്ച് ആപ്പിൾ, ആപ്പിൾ ഓറഞ്ച്, ആപ്പിൾ 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 ആപ്പിൾ. ടോമേ കുട്ട. ഓ സാർ വന്ന എത്ര നേരോടെ വരാൻ പറഞ്ഞിട്ട്? കാലിന് എങ്ങനെ ഉണ്ടളിയാ? ഇത് പോയ എന്താണിത്? ഇത് നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ച വിഷം അടിക്കാത്ത ഫ്രൂട്ട്സ്. നീ ഇവിടെ പോയപ്പോ മനുഷ്യൻ ഇത്രയും കാലം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആരും ഉണ്ടല്ലോ വരാൻ ആപ്പിളായിട്ട്. എടാ, അതെന്റെ പെങ്ങടെ മോളൊരു സിം വിഴുങ്ങിട്ടല്ലോ. ഒരു ആധാരം കൂടി എടുത്ത് വിഴുങ്ങാൻ പറ. രണ്ടും കൂടി സിങ്കായി ലിങ്കായി കിടന്നോളൂടെ. ആ സാമ അങ്ങനെ രക്ഷപ്പെട്ട്. നിനക്കിനി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഞാൻ തീരുമാനിച്ചല്ലോടാ. നിന്റെ വല്ല പ്ലാനും ഉണ്ടോ? ടോമേ, ഈ ഷൂസിന്റെ മറ്റേ പേര് കണ്ട? ഷൂസ് എന്റെ കണ്ണടിക്ക് തന്നിട്ടോടാ. കണ്ണുകളോടാ. ഒന്ന് വേഗം പാടാ. പെട്ടെന്ന് ഇന്നലെ കുർബാന തുടങ്ങി പോട്ടോ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ചമ്മോ, എന്താണ് ഇത്ര ധൃതി? ആദ്യം മുതലേ കാണാൻ സിനിമയാ. തുടക്കം മിസ്സായെന്ന് വെച്ചപ്പോ കഥയൊന്നും മനസ്സിലാതിരിക്കില്ലല്ലോ. നീ പള്ളി പോയിട്ടൊക്കെ എഴുതിരുന്നിട്ടൊരു കാര്യമില്ല. എന്നെ UK എന്നല്ല, വീടിന്റെ പുറത്തേക്കും വിടില്ല. ഞങ്ങള് വിടില്ല. ഒന്ന് പോടാ. എടാ ടോമേ, നീ എങ്ങോട്ടാ? ഞങ്ങള് പള്ളിലോട്ടാ. ആ ഞങ്ങളും അങ്ങോട്ടാ. വാ കയറി. അല്ല, ഞങ്ങള് വേറെ പള്ളിയിലേക്കാ. പള്ളി? ആ പള്ളി. ഈ പള്ളി പോന്നവരെ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. മിണ്ടാണ്ടിരിക്കണം. എടാ ഒന്ന് നിക്കണം. കോപ്പ്. അല്ല, ഇതല്ല ഇതിന്റെ ബാക്കി ഷൂസ്. വാ തുറന്നു വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാ അതിനകത്ത് അപ്പൊ തന്നെ മണ്ണിട്ട് ചെറുതിട്ട് കളി. ഓ, आपको ये क्या मालूम है? ये धूपकुटी है. ये हमको धूप देता है. पकड़ो. അച്ചോ, സാമോ, ആയി ആയി. എന്താണ് പക്ഷെ ഹിന്ദിയൊക്കെ? ഇവന്മാരോട് പറഞ്ഞിപ്പോ നാക്കിൽ ഹിന്ദിയെ വരും. അൾത്തറ പാലകന്മാര് ബംഗാളികളാ. കുറച്ച് മണ്ടത്തരം കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ പാതിരാ കുർബാനയ്ക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഇവന്മാരാ ബെസ്റ്റ്. ആടാ, ദേ അതിന്റെ കാര്യം മറക്കല്ലേ. പോകുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനമാക്കണം. അകത്തൊരു മാലാക ചിറകില്ലാന്ന് നിൽക്കുക. अरे ऋतिक सुनो, ये सब सामान लेकर बाहर एक गाड़ी है, उसका डिक्की में डालो. ठीक है फादर. പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം തറിയോ? ഇവന്മാര് കയറി ഡിക്കിയിലും ഇരിക്കും, സാധനം എടുത്ത് വണ്ടിയിൽ പോകും.
മോനെ സാമേ, ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വിളിച്ചതാ. എടാ, നിനക്കൊരു പെണ്ണ് കെട്ടി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിയാ പോരെ? ഈ യൂറോപ്പിനൊന്നും പഴയ പോലെ വലിയ കളറൊന്നും ഇല്ല. അച്ഛൻ അറിയാലോ, വീട്ടിൽ നിന്ന് ഒരാൾക്കേ പോകാൻ പറ്റൂ. ഞാൻ പോയില്ലെങ്കിൽ അവൻ പോകും. പിന്നെ ഈ മൂന്നാംകിട രാജ്യത്ത് തുടരുന്നതിൽ ഞാൻ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല അച്ഛൻ. സാമേ, 10 കൽപ്പനകളെന്ന് നീ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്ത്? നീ യൂറോപ്പിൽ പോയാൽ അതിൽ ഒരു കൽപ്പന പോലും നീ പാലിക്കാൻ പോണില്ല. മക്കളെ, കൽപ്പനകൾ പാലിച്ചാലേ നീ സ്വർഗത്തിൽ പോകും. അച്ഛനൊരു കാര്യം അറിയോ? ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ പോകുന്നത് തന്നെ സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാണ്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോ ഇവിടെയൊക്കെ പോയി അടിച്ചു പൊളിക്കുന്നല്ലേ. അച്ഛനും വലിയ ഇറ്റലിയിലോ റോമിലോ പോകാൻ നോക്ക്. ശരിയല്ല? പിന്നല്ലാണ്ട് എന്താ ചേച്ചോ? അല്ല ചായ, ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ ഇവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ ഇവൻ പോയി നാടൊക്കെ ഒന്ന് കണ്ട് ചുറ്റി അടിച്ചിട്ട് വരട്ടെന്നേ. എന്റെ അച്ഛോ, ഞാൻ എന്തിനാ ഇവനെ അച്ഛൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു? ഒന്ന് ഉപദേശിക്കാൻ പോലും അറിയാൻ പാടില്ലെങ്കിൽ അച്ഛനെ ലോഹൂരിട്ട് രാവിലെ പഠിക്കുമ്പോ. യേശു ക്രിസ്തു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുരിശി കിടന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? നമ്മള് മനുഷ്യരെ സ്നേഹിച്ച് സന്തോഷിച്ച് സൂഹിക്കാൻ വേണ്ടി. അവൻ ഈ ചെറുപ്പകാലത്തൊന്ന് സന്തോഷിക്കുന്നതിന് നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നേ? വലിയ ഉപകാരത്തിലൊക്കെ പറഞ്ഞു തന്നേന്. വണ്ടി കയറാ. സെമിത്തേരിക്ക് ഒരു കവാടം പണിയാ പണ്ട്. സെമിത്തേരിക്ക് എന്തിനാ കവാടം? ഡെഡ് ബോഡി പുറത്തേക്ക് ഇറങ്ങി പോകും. മാലാഖയുടെ ചിറക് ഞാൻ സെറ്റാക്കാട്ടാ. നീ പോയിട്ട് വാ. കറുത്ത മനസ്സ. ഇവനിത് എവിടെയാണത്? എന്തൊരു മണാടത്? നിന്റെ സ്വാഭാവികം. വിജേഷിന്റെ കൂട്ടുകാരാണല്ലേ? വെറുതെ ഇരുന്ന് മുഷിയണ്ട. ഇതിനൊരു പാത്രം വെള്ളം കിട്ടും. കാലോണ്ട് തീരെ വയ്യാ. എന്റെ കാലം തീരെ ഇവന്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ. രണ്ടാളൂടി ചെല്ല്. ചെല്ല്. പൈപ്പിന്ന് വെള്ളം പോരണ്ട, നീ ടാപ്പ് തുറന്ന് നിറച്ചാ മതി. ഇവനാണവൻ. കൊള്ളാം. നിങ്ങൾ അങ്ങോട്ട് പോയത് ബ്രേക്ക് ഇടില്ല. ഞങ്ങൾക്കൊരു കേസിന്റെ പറയണ്ടത്. ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ഇവന്റെ അനിയന് പിസ്സ ഡെലിവറിക്ക് ഇവന്റെ വീട്ടിൽ പോയപ്പോ ഒരു പട്ടി പുറകെ വന്ന് കടിച്ച ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മ. എനിക്ക് പട്ടിക്ക് ഓർമ്മയുണ്ട്. പട്ടിക്ക് ഓർമ്മ. നീ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇവന്റെ അനിയൻ സാമിനെതിരെ കേസ് കൊടുക്കുന്നു, നിനക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ബാക്കി സ്റ്റേഷന്. യെസ്. കുറെ ദിവസമല്ല കണ്ടിട്ട്. എവിടെയായിരുന്നു? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. സാരെപ്പോഴും ബിസിയാണല്ലോ. വാ. ഇതുവരെ വണ്ടി എടുക്കാൻ പഠിച്ചില്ലല്ലേ? നമസ്കാരം സാർ. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതില്ലേ, ഈ +2 അധ്യാപകൻ തന്നെ ആയിരിക്കുമല്ലേ നമ്മുടെ അശ്വതിക്ക് കൂടുതൽ യോജിച്ചത്. മറ്റേതൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഏജും കൂടുതലാ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്താ കുഴപ്പം? ഞാൻ ഉദ്ദേശിച്ച 10 കാര്യങ്ങളിൽ 9 അയാൾ ഓക്കെയാ. ഏജ് മെച്ചൂരിറ്റിയുടെ ഒരു മാതിരിയാണല്ലോ. പിന്നെ ആയാലും ഗസറ്റഡ് ആകുമല്ലോ. സാറിന് ഒറ്റ മോളായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. അപ്പോൾ പിന്നെ അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ സാർ. സാറിനെ ഞാൻ കുറെ വിളിച്ചിരുന്നു ഇന്ന്. ആണോ? ഞാൻ ഈ വിസയുടെ കാര്യമൊക്കെ ശരിയായി. പിന്നെ അതിന്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. എടാ, 1-2 ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട് ഞാനിപ്പോ. അച്ചു, ഇവിടുത്തെ ഓഫറൊക്കെ നല്ലതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ സെറ്റിൽ ചെയ്താലോ എന്ന് ആലോചിക്കുക. അപ്പൊ സാർ യാത്ര പറയാൻ വന്നതായിരിക്കും. അതെ. ഇഷ്ടമുള്ളവരൊക്കെ വിട്ടിട്ട് നിനക്ക് എങ്ങനെയാ പോവാൻ തോന്നുന്നേ? അച്ചു,
ജീവിതം ഒരു ദീർഘദൂര യാത്രയാണ്. മറന്നുപോയി. നന്മയും തിന്മയും എല്ലാം ചേർന്നുള്ള യാത്ര, കുണ്ടും കുഴിയും എല്ലാമുള്ള അസാധാരണമായ യാത്രയിൽ നമ്മളോടൊപ്പം പലരും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ വിധിയുടെ തീരുമാനം അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. വ്യക്തികൾ സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യത്തോടെ അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. ഇല്ല അച്ചു? വാട്സപ്പിൽ വന്നാക്ക് അങ്ങനെ തന്നെ അലക്കി വിട്ടേക്ക്. എന്തു പറ്റി? ഇറങ്ങേ, ഏ ഇറങ്ങ്. എന്താ മോനെ ത്രില്ലില്ലേ, ഒറ്റയ്ക്ക് വിട്ടോ. അച്ചു? ഹലോ, ആ. ജോസഫിന്റെ വീടല്ലേ ഇത്? അതെ. എന്താ സാറേ, എന്താ പ്രശ്നം? ആരേ സ്റ്റീവ്? സ്റ്റീവ് എൻ്റെ ഒരു കസിൻ ബ്രദറാ UK-ല്. അപ്പ വീട് ഇത് തന്നെ. നിങ്ങളുടെ കസിൻ ബ്രദർ ഇല്ലേ UK-ന്ന് മുങ്ങി ഒരു സാധനത്തിന് അവിടെ ഇട്ടിട്ട്. ഈ സാധനം നിങ്ങൾ പണ്ട് താമസിച്ച വീട്ടിൽ പോയി വിഷയം ഉണ്ടാക്കി. വീട്ടുകാരെ സ്റ്റേഷനിലേക്ക് വിളിച്ച്. എന്റെ ബുദ്ധിപരമായ നീക്കത്തില് ആ ജോസഫിന്റെ വീട് തന്നെയാണ് ഈ ജോസഫിന്റെ വീടെന്ന് എനിക്ക് മനസ്സിലായി. ആ സാധനത്തിനേക്ക് വിളിച്ചേ. Hi Joseph, how are you? It's been so long. Thank God I found you. ഓക്കെ. അതാരാ വഴക്കിട്ട് പോയത്? വൈഫാ. ഇതിനിടക്ക് ഞാൻ ഒരു കുടുംബം കലക്കിയ. ഏതാണ് സാധനം? നമ്മുടെ സാറ് കേട്ടോ. എന്നാ കാണാം. Mandy. Hey! Mandy! Didn't you recognize me? No, not really. Tom! Oh, Tom, how are you? I'm good, how are you? I'm good. Really nice to see you again. Come, let's go Yeah, inside. thank Come. you. എടി, അതിനിവിടെ എന്ത് സംഭവിച്ചിട്ടാ നീ ഇവിടെ കിടന്ന് കളി കൊള്ളുന്നത്? എടി, ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ കസിന്റെ ഭാര്യയല്ലേ. മാത്രമല്ല എന്റെ ചാരിത്രത്തില് അതിലാരെങ്കിലും തൊട്ട് കളിച്ചാ പിന്നെ നിനക്കറിയാൻ പാടില്ല അവരുടെ ഒരു സംസ്കാരമൊക്കെ. ഇവിടെ വേറെ പലരുടെ സംസ്കാരം എനിക്കറിയാം. എടി, സ്റ്റീവ് ലണ്ടനിൽ നിന്ന് അവളെ വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവളങ്ങനെ തിരിച്ചു പോയിക്കോളൂല്ലേ? പ്രശ്നം തീർന്നില്ലേ? അവനെ കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ ഏറ്റെടുക്കോ? ഇക്കണക്കിന് പോയി നിങ്ങൾ എനിക്ക് ഒഴിവാക്കേണ്ടി വരും. എടി, അവര് എന്റെ അപ്പാ, ഈ മാൻഡി ഒന്ന് സുന്ദരിയാണപ്പാ. നോക്കി, പണ്ട് കണ്ട അതേപോലെ അവളെ കണ്ട ചോന്നിരിക്കണം. അവിടെ കഴിക്കണ ഫുഡിന്റെ കരിക്കൂലേ, ഈ ആപ്പിളും ചെറിയൊക്കെ തന്നെയാണ് ഡെയിലി കഴിക്കണം. നമ്മളെ ഡെയിലി ചക്കയും മാങ്ങയും തേങ്ങ അത് പശോടിച്ചു പോരാത്ത നമ്മുടെ കുക്കിങ്ങും. എന്തൊരു കളറല്ലേ? ശരിയാണല്ലേ? നിങ്ങൾക്ക് അപ്പനും മോനും പച്ചവളമ്പേ ഞാൻ ഈ ഗതിയായത്. എന്നിട്ടിപ്പോ മതാമ്മ കണ്ടപ്പോ ഒരു ഇളക്കം കണ്ടില്ല രണ്ടിട്ട്. എനിക്ക് വയ്യ കുക്കിയാൻ. വേണമെങ്കിൽ വല്ല വാങ്ങിച്ചോണ്ട് കൊടുക്ക്. നമുക്ക് പ്രായവന്റെ അസൂയാണപ്പാ. എന്താടാ പൊയ്ക്കൊണ്ടോടുന്നു. അവൻ പറഞ്ഞോണ്ട് എനിക്ക് യോജിപ്പില്ല കേട്ടാ. നീ എന്തോ ലുക്ക്. പിന്നെ നീ അടുക്കളയിൽ കിടന്ന് നീ കരികൊള്ളുന്നതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞത് ശരിയാ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഞാനും അമ്മയും കൂടി പോയിട്ട് പുറത്ത് റെസ്റ്റോറന്റിൽ നല്ല ഫുഡ് മേടിച്ചിട്ട് വരാം. അവൾക്കൊരു ചേഞ്ച് പോകും. അല്ല, സാമനെ വിട്ടോളാം. സാമേ, സാമേ. പാർസൽ സാർ. ബ്രോ, പുറത്തുള്ള SD ഇല്ലേ, അത് 250D അല്ലേ? അതെ. നൈസ്. അതെ, അത് കൊടുക്കുന്നുണ്ടോ? അയ്യോ ഇല്ല ബ്രോ, അപ്പൻ ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള ഐറ്റം. അതുകൊണ്ട് ഓക്കെ, വില നമുക്കൊരു വിഷയമേ അല്ല. വില നമുക്കൊരു വിഷയമാണ് ബ്രോ. അപ്പൻ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാ, അതാ. ശരി ശരി എന്നാ. Mandy, you alright? Mandy, don't worry about anything. I'll help you find where shipping place. Tom, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ സഹായിക്കാം. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നേ. അപ്പോ എമാൻഡി എന്നെ ഒന്ന് സഹായിക്കണം. Don't worry. Mandy, do you have any new pics of Steve? Yeah. I couldn't find anything in Facebook. Hey, is that you? Yeah. ഒന്ന് കേറിയിട്ട് അപ്പൊ പണി തുടങ്ങി. കാണിച്ചിട്ടാ. No, I'm not kidding. Try it. കഴിഞ്ഞില്ല. അമാർന്നായിരുന്നോ നമ്മുടെ സ്റ്റീവൻ ഗോവയിലുണ്ടെന്ന്? ആണോ? ആ, കർത്താവിന്റെ റെസ്റ്റോറന്റിൽ ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോ നമ്മുടെ ഗോവയിലെ വോൾട്ടർ മറന്നതാ. What? Our Steven is in Goa. My friend Walter saw him from there.
Oh, so I'll leave tomorrow itself before he leaves. Yeah, sure. ആ അത് സത്യം. നീ ഒരു കാര്യം ചെയ്യ്, വേഗം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യും. നാളെ തന്നെ അതെടാ. പോക്കോട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മക്കൾ ടിക്കറ്റ് പറഞ്ഞേക്ക്. 2 ദിവസം കഴിഞ്ഞിട്ടാ? അത് തന്നെ 2 ദിവസം കഴിയുന്നേ. അവര് നാളെ പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ? നാളെ പോട്ടെ. നാളെ തന്നെ പോയിക്കോളൂ. നാളെ പോകാം? നാളെ പോവാം. നാളെ തന്നെ. നാളെ തന്നെ ബുക്ക് ചെയ്യാം. ആ. എന്താ ഒന്നുമില്ല, ഫുഡ് നന്നായിട്ടൊന്ന് പറയായിരുന്നു. നീ പാട്ട് കേട്ടോ, നീ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും. യു വാണ്ട് സം? No, no, thank you. കേക്ക് കഴിക്കുന്നേ. ഇവരുടെ കേക്കിന്റെ ടേസ്റ്റ് പറയാൻ നോട്ടില്ല. എന്തൊക്കെയാണ് അവരുടെ ഇൻഗ്രീഡിയൻസ്? എന്താന്ന്? അപ്പാ, എന്താ പറ്റിയേ? പല്ലി. എന്താന്ന്? പറ. എടാ സാമേ, നിക്ക്. പറയുന്നേക്ക് പോവണ്ട. നിക്ക്, പോവണ്ടാന്ന്. എടാ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, എനിക്ക് പുറത്തേക്ക് പോകാനുള്ളതാണ്. ചോദിച്ചിട്ട് പോണല്ലോ. ശരിക്ക് തരാട്ടാ. എടാ, നിന്റെ മലയാളി പറ. നിന്റെ മുതലാളിക്കോ ബുലാവോ? ബുലായക. എത്തുന്നേ ഒരു മണിക്കൂർ, ഒറ്റ മണിക്കൂർ കേട്ടോ. സാർ ബുലായ ആര്? അവർ ഓ നീ കക്കൂസ് ഏയ്, നൈസായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. പോകുന്നു. പ്രശ്നം തീർന്നു. ചോറാണ് വർത്തമാനം പറഞ്ഞ തല്ലും. യെസ്. ഡാ, തുറന്ന് കാണിക്ക്. ഇതെന്താണോ ഇത്? ഇത് പച്ചമുളകല്ലേ? ഗ്രീൻ ചില്ലി. പച്ചമുളക്. ഇന്റെ അമ്മടെ വെന്തില്ലേ? പല്ലിയുടെ വാലാണോ അത്? അയ്യോ, പല്ലിയുടെ പാലോ? എന്നിട്ട് എന്റെ ബാക്കിയോടെ? ബാക്കി അപ്പം നിന്ന്. ഇത് ഇവിടുന്ന് മേടിച്ച കേക്കിനകത്തുണ്ടായിരുന്ന. ഓഹോ, അത് ശരി. നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനത്തെ താറടിച്ച് കണക്കാനായിട്ട് നിങ്ങൾ നടന്ന പൊറോട്ട നാടകയിലുള്ളത്. ഇവിടെ പല്ലിയില്ല, അങ്ങനെ ഒരു ജീവിയേ ഇവിടെ ഇല്ല. ദോ പല്ലി ചലിച്ചു. കക്കൂസ് ക്ലീൻ ചെയ്ത് കഴുകി. ഇനി പൊറോട്ട അടിക്കട്ടെ. ഇതെന്തത്? ഒരു ഷഡ്ഡി ഇളക്കിടാൻ പറ്റൂല. അപ്പൊ തന്നെ അവന് കുമ്പുളുത്തി കളയും. ഒട്ടകത്തെ കൃഷിപ്പണി. ആ ഇവിടെ നിർത്ത. ചേട്ടാ, എത്രയായി? 47. ചേട്ടാ പൂജപ്പുര. ബാലൻസ് എത്താ. അയ്യോ ചില്ലറയില്ലല്ലോ സാറേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ ചേഞ്ച് സൂക്ഷിക്കണം. എന്നാ സാർ 7 കഴിഞ്ഞതാ. ഞങ്ങൾ കസ്റ്റമേഴ്സ് ചേഞ്ചുമായിട്ട് നടക്കണം എന്ന് പറയാൻ ശരിയല്ല. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഡ്രൈവർ ആണെങ്കിൽ ചേഞ്ച് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. മനുഷ്യനെ പ്രാന്താകും. ഇന്ന സാറേ 5 രൂപ ഞാൻ തരാം. താനാരാ എനിക്ക് കാശ് തരാൻ? ഇയാളാ എനിക്ക് ബാലൻസ് തരേണ്ടത്. എന്നാ ഇതാ ചേട്ടൻ തന്നെ കൊടുക്ക്. ബാലൻസ് 2 രൂപ ഞാൻ തരാം. തപ്പണ്ട സാറേ, അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വലിയ മനുഷ്യനാ. നിനക്ക് UK പോണോ അല്ലേ? പാസ്പോർട്ടിലാണ് എനിക്ക് പോകാൻ പറ്റില്ല. കാണിച്ചാട്ടാ. സാമേ, എടാ വന്നേ. അതെ, എന്താ നിന്റെ കളസത്തിനകത്ത്? ജിലേബിയ അല്ല സംകൂട്ടാ, നീ എന്ത് കിട്ടിയാലും എന്തിനാ ഇതിനകത്ത് കയറ്റി വെക്കുന്നത്? അത് ടോം എടുക്കാതിരിക്കാനാ. എടാ ടോമേ, കേട്ടോടാ, നീ എടുക്കാതിരിക്കാനാ അവൻ ഇതിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്.
മേലാൽ അവന്റെ ഒരു സാധനം എടുക്കരുത് കേട്ടോ. അമ്മ അമ്മ ഇതാടാ ഒന്നുമില്ല. അമ്മ അമ്മ എന്റെ പാസ്പോർട്ടും പേപ്പറും കണ്ടായിരുന്നോ? അത് എന്നോടാ ചോദിക്കുന്നേ? കയ്യിൽ വെച്ചതായിരുന്നു, ഇപ്പൊ കാണാനില്ല. വച്ചെടുത്ത് കാണാം, അവിടെ പോയി നോക്ക്. വെച്ചെടുത്ത് കാണാനില്ലെന്ന്. ഒച്ച വാങ്ങിക്കുന്നി ബാക്കി അവിടെ പോയി ചോദിക്കും. ചോദിക്കാൻ പറ്റിയ ആള് വരുന്നേ. എന്താ എന്താണ് അവിടെ ബഹളം? എന്റെ പാസ്പോർട്ട് കാണാനില്ലെന്ന്. ആ പാസ്പോർട്ട് കാണാനില്ല, എവിടെയും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ കഴുത? ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള എടുത്ത് വെച്ചത്. സേഫ് ആയിട്ട് എവിടെ? സേഫ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞില്ലേ? ആ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിന് പേരില്ലേ? ഡ്രോയർ. അണ്ടർവെയർ അല്ല, ഡ്രോയർ. അളമാരുടെ. എന്നാ പിന്നെ ആ ഡ്രോയറിൽ പോയി നോക്ക്. ഇല്ല, ഞാൻ നോക്കിയതാ. എടാ ഡ്രോയറിന്റെ അകത്ത് സാധനങ്ങൾ ഇരിപ്പില്ലേ? ആ സാമാനത്തിന്റെ ഇടയിൽ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് നോക്കിയതാ, കാലത്ത് എണീക്കുമ്പോൾ കാണാനില്ലെന്ന്. നീ രാത്രി ടോയ്ലറ്റിൽ പോകാൻ പറ്റി എഴുന്നേറ്റായിരുന്നു. ഞാൻ രാത്രി മൂത്രമൊഴിക്കാൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ സാമാനം വല്ലയിടത്ത് പുറത്തിട്ടോ? എന്ത് സാമാനം? ടവലിലോട്ട് തോർത്ത് വല്ലയിടത്ത് പുറത്തിട്ടോ? ഇല്ല, ഒന്നിടത്ത് പുറത്തിട്ടിട്ടില്ല. അപ്പൊ നീ അവിടെയല്ല വെച്ചിരിക്കുന്നത്, വേറെ വല്ലയിടത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർത്തു? അവിടെ അല്ല. അവിടെ അല്ല, പിന്നെ എവിടെയാണ്? വേറെ അടുത്ത്. വേറെ അടുത്ത് വെച്ചാ എവിടെ? വേറൊരു സ്ഥലത്തെന്ന് പറഞ്ഞില്ലേ? ആ സ്ഥലത്തിന് പേരിലാണ്. നോക്കി, ഇതിന്റെ അകത്ത് വെച്ചത്. ആരടുത്ത് സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല, വൃത്തികെട്ടവൻ. അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചേ, വിശക്കണ്. എടോ തനിക്ക് നാണാവൂലേ ഈ വയസ്സാം കാലത്ത് വാഹനം മോഷ്ടിക്കാൻ? അതും ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് തന്നെ മോഷ്ടിക്കണല്ലേ? സാറേ, ഞാൻ അവിടെ നിന്ന് പെൻഷനായിട്ട് 4 വർഷം, നാളിതുവരെ ആയിട്ട് നയാ പൈസ പെൻഷൻ കിട്ടിയിട്ടില്ല. പറ്റൂലെങ്കിൽ ഞങ്ങൾക്ക് ഓരോ ബസ് വെച്ച് തന്നാ പോരെ. അങ്ങനെ തനിക്ക് അപ്പുറത്തെ മൃഗശാല ജോലിക്ക് പെൻഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സിംഹത്തിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണോ? പട്ടാളത്തിലാണ് ബാറ്റിന്റെ എടുത്തുകൊണ്ട് പോകുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷനായി പോയി. അങ്ങോട്ട് മാറിക്കോ സാറേ. ഇതെന്താണോ കേസ്? സാർ ഇതാ പട്ടിക്കേസാ. പട്ടിക്കേസ്. നിങ്ങൾ ആദ്യം ഇവനെ പട്ടിയെ വിട്ട് ചന്തിക്ക് കടിപ്പിച്ചു, അനിമൽ അറ്റാക്ക്. പിന്നൊരു കിളിപോയ മദാമ. നിങ്ങൾ അന്ന് തെറ്റിദ്ധരിച്ച് വേറൊരു മാന്യനായ ജോസഫിനെ കേറി പിടിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് പാവ ഒരു പല്ലിയുടെ പേരും പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ തല്ലിപ്പൊളിച്ചു. വകുപ്പുകൾ കടി ഇടി കെട്ടിപ്പിടുത്തം. അതിൽ മദാമയുടെ കേസ് ഡീലായി. പക്ഷേ ബാക്കി 2 കേസുകളും നിന്റെ പേരില. കേസ് തീരുന്നവരെ രാജ്യം വിട്ടു പോകാതിരിക്കാൻ ആ പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ട് പൊക്കോ. സാറേ, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാണ്. അല്ല സാറേ, പാസ്പോർട്ടും ഐഡിയും ആധാരം കൊണ്ടുവന്നുണ്ട്. എന്നാ പിന്നെ വീടിന്റെ ആധാരം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ. എന്തായാലും വിദേശത്ത് പോക്കൊക്കെ നമുക്ക് കേസ് തീർന്നിട്ട് ആലോചിക്കാം. പോവുമല്ലേ? അവന്റെ UK. പാസ്പോർട്ടും ഡീറ്റെയിൽസ് ഒക്കെ കടന്നു കിട്ടി. അത് നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ മറന്നുകൊണ്ടാന്ന് വെച്ചെടുത്ത് വെച്ചു. ഇതെന്തിനാണെന്നറിയോ? പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ മറന്നു. ഒരടിയുടെ കുറവുണ്ടായിരുന്നു. ഇനി നിന്റെ വിസയും എന്റെ വിസയും കോടതിയിൽ വെച്ചേ. കോടതിയിൽ ചേറ്റ് വിട്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഷോട്ടിലായിട്ട് വിട്ടിയത്. മോൻ കഴിച്ചേ. നീ തന്നെ കഴിച്ചാ പോരല്ലോ. ഓ ഇന്നടാ അമ്മോ. അയ്യും കാലും ഇല്ല, എന്നിട്ട് അഹങ്കാരത്തിനൊരു കുറവുമില്ല. നിങ്ങൾ കൂട്ടുകാരന്മാരല്ലേ? വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാം. ആ മക്കളെ, ഒരു സാറ് പൊതിച്ചോറായിട്ട് വരും. 2 പൊതി മേടിച്ചു വെച്ചേക്കണേ. എന്റെ മോന് ഭയങ്കര അഭിമാനക്കട. ഈ ആസ്പത്രി കിടക്കുന്ന എല്ലാ രോഗികൾക്കും ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വകയാ ഊണ്. പോരാട്ടോ, വേണേ കൊടുത്തോ, ഇല്ലെങ്കിൽ അവിടെ വെച്ചേ മുഴുവൻ തന്നെ എടുത്തിട്ടോ. ഇല്ല എടോ, എൻ്റെ UK പോകാനുള്ള പരിപാടിയൊക്കെ സെറ്റ്. ഇനി ആ പാസ്പോർട്ടും കൂടെ വേണം. അതിന് താനെ കേസൊന്ന് പിൻവലിക്കണം പ്ലീസ്. താനെൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണോ. താൻ വിചാരിച്ചാൽ എനിക്കിവിടുന്ന് പോകാൻ പറ്റൂ. ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിക്കാം. ഇത് പലയിടത്തും പ്രശ്നമാണല്ലോ. ഇപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് കഴിക്കേ. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇത് കഴിച്ചിട്ട് സംസാരിക്കാം. കഴിയേ കേൾക്കാണല്ലോ, പറ. വായിലേക്ക് തള്ളിക്കൊടുക്കാനല്ല, വയറ്റിന്ന് പോകുന്നില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ അതിപ്പോ റെഡിയാക്കി തരാം.
ഓക്കെ അല്ലേ? ലക്ഷറി ഫിനിഷിംഗ് ആണ് സർ. ന്യൂ ഡിസൈൻ, ലിമിറ്റഡ് എഡിഷൻ. എന്ത് പറ്റി സാർ? മുട്ട് തട്ടുന്നു. ഒരു മിനിറ്റ്. എല്ലാവരും കാർ എവിടെയും തട്ടുവാന്നാ നോക്കുന്നത്. ഇങ്ങനെ മുട്ട് തട്ടുവാന്ന്. ഇപ്പൊ തട്ടുന്നുണ്ടോ സാർ? ഇല്ല, ഇത് ഫിക്സ്. അമ്മേ, ഇത് മതി. ചുമലയല്ലേടാ നല്ലത്? ചുമല അത് മതി. എന്നാ പിന്നെ അത് മതി. റെഡ് മതി. പോരെ? റെഡ് വി ഹാവ് ഓപ്ഷൻ സാർ. നമുക്ക് നോക്കാം. പ്ലീസ് കം. അങ്ങനെ കാറിന്റെ ആരോഗ്യമൊക്കെ ആയി. അപ്പോ നമ്മളിപ്പോ നെടുമങ്ങണ്ടല്ലയോ? ഇപ്പൊ റബ്ബറൊക്കെ വലിയ ഡള്ള. ഈ സ്ഥലം പ്രോപ്പർ നെടുമങ്ങാടാണോ? പ്രോപ്പർ എന്ന് പറഞ്ഞാ കുറച്ച് ഉള്ളിലോട്ട് പോണം. ഓ അതെ, കുറച്ചുള്ളിലാന്ന്. നല്ല ഊറ്റാണല്ലേ? ഓ തന്നെ തന്നെ. ഞാൻ കൂച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ചെക്കനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഇങ്ങനെ മോമ്പർപ്പിച്ചിരുന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കും. നീ സാമ തമ്മി അങ്ങനെ ഗംഭീര പ്രേമൊന്നും ആയിരുന്നല്ലോ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക, അത് ചിരിച്ചോണ്ടിരിക്കാൻ. അഭിലാഷേ വാ മോനെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ജ്യൂസ് ഒരെണ്ണം കൂടി പറയട്ടെ? എനിക്ക് ഇഷ്ടപ്പെട്ട എത്ര എണ്ണത്തിനെ കണ്ടിട്ടാന്നറിയോ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഒത്തു വന്നത്? എന്റെ മനസ്സില് പൊന്മാൻ നീലയായിരുന്നു. റെഡും ഓക്കെയാ അല്ലേ? ഓക്കെയാ. Oh
നീയൊക്കെ ഉണ്ടാവുന്നതിനും അങ്ങേര് വാങ്ങിച്ചാ നീ കൊണ്ടേ കൊടുത്തിട്ട് വന്നത്. അതിനെങ്ങനെയാ മനുഷ്യന്മാരോട് പോലും ഒരു സെന്റിമെന്റ്സ് ഇല്ല. പിന്നെയാണ് അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശത്തിലല്ല ചെയ്തത്. നിനക്കൊരു ഉദ്ദേശമുള്ളൂ, എങ്ങനെയെങ്കിലും UK പോകണം. അത് ആരും ഒഴിവാക്കിയിട്ടാണെങ്കിലും ശരി, എന്ത് ഒഴിവാക്കിയിട്ടാണെങ്കിലും ശരി. വീട്ടമ്മമാർക്ക് വേണ്ടി ചില പൊടിക്കൈകളാണ് ഇനി. ഉരുളൻ കിഴങ്ങ് പുഴുങ്ങുന്നതിന് മുൻപേ കത്തി കൊണ്ട് കുറുകെ വരയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി ഇളക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കല്ല് വെച്ച ആഭരണം. കല്ല് വെച്ച ആഭരണത്തിലെ കല്ലിന്റെ തിളക്കം കൂട്ടാനായിട്ട് നല്ലൊരു ട്രിക്ക് ഉണ്ട്. വേറൊന്നുമല്ല, നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിൽ 12 മണിക്കൂർ ആഭരണം പൂഴ്ത്തി വെച്ചാൽ മതി. സംഗതി റെഡി. നല്ല ഷൈനിങ് കിട്ടും. മിസ്റ്റർ സാം, സാം നാളെ പോവാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതെന്റെ മകൾക്ക് കൊടുക്കണം. കോണ്ടാക്ട് നമ്പറൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. വിളിച്ചാൽ മതി, അവൾ വന്ന് കളക്ട് ചെയ്യും. അവൾ വന്നില്ലെങ്കിൽ കൊണ്ടു കൊടുക്കണം. ബിക്കോസ് യു ആർ യങ്. എന്ത് മനുഷ്യനത് ഇങ്ങനെ സഹായം ചോദിക്കാ? അമ്മ എന്താ വിചാരിച്ചത്? എല്ലാവരും ജോസഫിനെ പോലെ എന്നാ? അമ്മയ്ക്ക് അയാളെ അറിയത്തോണ്ടാ. പോടാ അവിടുന്ന്. നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ വാ. എന്നെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ ഡയലോഗായിരുന്നു. എന്നിട്ടിപ്പോ അവൻ പോവാറായപ്പോ ഇവിടെ വന്നിങ്ങനെ പരിങ്ങി നിക്ക. വാ. എടീ, സത്യത്തിൽ നിനക്ക് അവരെ കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. ഞാൻ ആ UK ഓപ്പർച്യൂണിറ്റിയെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയാൻ വേണ്ടിട്ടാ. പണ്ട് ഞാൻ പോയപ്പോ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായ വിഷമം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മക്കളെ ഓർത്തും മാമ്പൂ ഓർത്തും നമ്മൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും. അതെന്തെങ്കിലും ആട്ടെ. പിന്നെ നീയെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ അല്ലേ? ഇവിടുത്തെ ഒരു ട്രെൻഡ് വെച്ച് ചോദിച്ചോ. അയ്യോ, എടുത്തകത്ത് വെച്ചേക്കാം, ഇല്ലെങ്കിൽ ആളെടുത്ത് ചെടി നട്ടാലോ. അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മകളെ, നീ പോണെന്നായിരുന്നു എന്റെ ആഗ്രഹം. അച്ഛൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ല, അങ്ങനെങ്കിലും ഒരു ഉപദ്രവം മാറിയാനല്ലേ. അവനാണെങ്കിൽ പള്ളിക്ക് എങ്കിലും ഒരു ഉപകാരം ഉണ്ടായി. അച്ഛൻ്റെ ചൊറുകണ വർത്താനം കൊണ്ട് ഞാൻ പള്ളി വരാത്ത ഇപ്പൊ. അച്ഛൻ, ഞാൻ ഈ ആഴ്ച എന്തിന്റെ പള്ളി വരണ്ടോ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. അത് വേണോ? അതിനും മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ? അച്ഛൻ എവിടെ? അതുണ്ട്. ആവോ. ഓ, അന്യനാട്ടിലോട്ട് പറിച്ചു നടാൻ പോകുന്ന ഈ കുഞ്ഞാടിനെ ഞങ്ങൾ അങ്ങയുടെ കൈകളിലോട്ട് ഏൽപ്പിക്കുന്നു. യാത്രയിൽ ഒരു തടസ്സവും ഉണ്ടാവാതെ ആ നാട്ടിൽ എത്തിപ്പെടാനും ഇവിടുത്തെ സംസ്കാരം അവിടെയും കാത്തു സൂക്ഷിക്കാനും മഹാമാരികളിൽ നിന്ന് അവനെ സംരക്ഷിക്കുവാനും അങ്ങയോട് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ആമേൻ. കാണിച്ചേ. എന്റെ ഭാവി വെള്ളത്തിലാക്കല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കർത്താവിനെ മനസ്സിൽ വെച്ച് പോയിട്ട് വാ. ശരി അച്ഛോ. പോട്ടെ അച്ഛാ. ശരി അച്ഛോ. ശരി. ആവോ. അച്ഛന് ചെറുക്കും മുളച്ചോ. അമ്മ ശരിടാ, പോയിട്ട് പോട്ടാ.
മരതകക്കല്ല് വയറ്റിനുള്ളിലാക്കി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച യുവാവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായി. വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്നും നഷ്ടപ്പെട്ടതാണ് ഇത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഈ കല്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വിലയിരുത്താൻ വിദഗ്ധ സംഘം മുംബൈയിൽ നിന്നും പുറപ്പെട്ടു. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ അധികാരികൾ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഇടവേളയാണ്. ഓക്കെ സാർ. എത്രയാടാ? 70. അല്ല, രാത്രി മുഴുവൻ അവരെ ചോദ്യം ചെയ്യലായിരുന്നു. ഇപ്പൊ തൊണ്ടി മുതൽ പുറത്തെടുക്കാനുള്ള എന്തോ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഒരു ഒബ്സർവേഷനിലാണ്. അല്ല, അപ്പനെ വക്കീലിനെ വിളിച്ചിട്ട് കാര്യം എന്തേ? കസ്റ്റംസിന്റെ കേസ് ആയതുകൊണ്ട് അവർക്ക് ആൾക്കാരൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് പോയ കസ്റ്റംസ് ഓഫീസറിനെ കാണാം. അല്ലാതെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ യെസ് കം ഇൻ. യെസ് സർ, യെസ്, ഞങ്ങള് സാമിന്റെ പാരന്റ്സ്. ഇരിക്കും. ആ റിപ്പോർട്ട് ഒന്ന് കൊണ്ടുവരൂ. അയാൾ കടത്താൻ ശ്രമിച്ച രത്നം എത്ര കോടി വിലമതിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷ. സർ, ആരും ചതിച്ചാ അവനൊരിക്കലും അങ്ങനെ. ആരും ചതിച്ചല്ല, ഇത് സ്മഗ്ലിംഗ് തന്നെയാ. എന്താടോ റിപ്പോർട്ട് എന്തായി? സാർ, ഇത് ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ്. മാക്സിമം 150 രൂപയെ വരൂ. അതുപോലെ തന്നെ കല്ല് വെച്ച ആഭരണം. കല്ല് വെച്ച ആഭരണത്തിലെ കല്ലിന്റെ തിളക്കം കൂട്ടാനായിട്ട് നല്ലൊരു ട്രിക്ക് ഉണ്ട്. വേറൊന്നുമല്ല, നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിൽ 12 മണിക്കൂർ ആഭരണം പൂഴ്ത്തി വെച്ചാൽ മതി. Obviously, it's my fault. എന്താ ചേച്ചി, കൈമൾ സാർ തരാനേപ്പിച്ചതാ. ഞാൻ വരട്ടെ ചേച്ചി? ഇല്ല, പിന്നെ ഒരു ഗ്രാം. അതെ, ഇറങ്ങി വാ. കാര്യം എന്താ? അതെ, ഈ സ്റ്റീവിന്റെ സ്റ്റീവിന്റെ വീട് അറിയും? യാത് സ്റ്റീവ്? കൊറേ കാലം പുറത്തേക്കായിരുന്നു. ആരുടെ ഓർമ്മ? സായിപ്പ് സ്റ്റീവ്. ഓ, എന്റെ പുള്ളിക്കാരനെ അറിയാമോന്നാ? പുള്ളിക്കാരൻ ഫേമസ് അല്ലടാ. ഞാൻ പറയാം, നീ ഒരു കാര്യം ചോദിച്ചു, ചായ ഒരു കടിയിട്, പറഞ്ഞുതരാം. വേണ്ട 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 നല്ല വാഴയ്ക്ക പോടാ. വേണ്ട 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 ചിരിച്ചോണ്ടിക്കാതെടുത്ത കഴി. പഴംപൊരി തമിഴന്റെ കായല്ല, പിന്നെ തനിനാടൻ കായാണ്. ഒരൊറ്റ വവ്വാലിന് പോലും നക്കി നോക്കാൻ വിട്ടുകൊടുക്കാതെ വാഴയിൽ നിന്ന് മടർത്തിയെടുത്ത് സ്വന്തം നമ്മുടെ തനിനാടൻ കത്തിക്കൊണ്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കേരളത്തിലെ മഞ്ഞൾ പിഴുതെടുത്ത് വിഷമില്ലാത്ത മൈദാമാവിൽ അരച്ച് ചേർത്ത് സ്വന്തം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പൊരിച്ചെടുത്ത സാധനമാണത്. നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റല്ല, തനിനാടനാണ്. 1-2 എടുത്ത് കഴിച്ചോ. അങ്ങനെ തന്നെ കൊടു. ഇപ്പൊ വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞോണ്ടല്ലോ ഇത് മേടിച്ചേ. നേരത്തെ വന്ന സായിപ്പ് സ്റ്റീവ്. എനിക്ക് നിങ്ങൾ കഴിച്ചതിന്റെ പൈസ തന്നെ പോടെ. വാ തുറന്നിക്കാതെ പൈസ തന്നെ പോടാ. സ്റ്റീവ്, യാത് സ്റ്റീവ്? ചുമ്മാ മനുഷ്യൻ. പൈസ കൊടുത്തിട്ട് 2 100 രൂപ. 100 രൂപ കേട്ടിട്ടില്ലേ? 100 രൂപ വേണ്ടി മഞ്ഞ വെച്ചിട്ട് നെയ്മറുന്നല്ല തമിഴന്റെ കാലടേ തടിനാടൻ വെളിച്ചെണ്ണ കാച്ചി അല്ല പിന്നെ നിങ്ങളുടെ 100 കുണുവാ നന്നായി വരും. പഴംപൊരി വെച്ച് കോടീശ്വരനാ വന്നേക്കും. ഇതല്ലേ നീ പറഞ്ഞ ആള്? ഹായ് സ്റ്റീവങ്കിൾ.
ഹായ്. എന്തൊക്കെ ഉണ്ടടാ? അങ്കിള് ഇവിടെയുള്ള കാര്യം ഞാൻ ഇന്നലെ അറിഞ്ഞേ. അങ്കിള് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണ്ടാവൂല. സാമിനിപ്പോ എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങളെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഓരോ നിർബന്ധം. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്ത് വെച്ച് സമ്പാദിക്കണമെന്ന്. ഞാൻ തന്നെ പോകുന്നൊരു ഏറ്റെടുത്തേക്കാണ്. കൂടാതെ എനിക്ക് ഇന്ത്യ പറ്റാളങ്ങളെ ഇവിടുത്തെ ഒരു ചൂടും വെയിലും മഴയും ചോറിയും ചൊരങ്ങും എബോളയും. പിന്നെ അത് മാത്രമല്ല ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് കൂടെ ഇവിടെ 60% ആൾക്കാർക്ക് തൂറാൻ കക്കൂസ് കുടിക്കും. കക്കൂസിന്റെ ഇവിടെ അയ്യോ അവനതല്ല ഉദ്ദേശിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രം വെച്ചിട്ട് കക്കൂസിന്റെ. പിന്നെ അത് മാത്രമല്ല ഓരോ ദിവസം ഓരോ നിയമങ്ങളല്ലേ. GST നോട്ട് നിരോധനം. കൂടാതെ 200 300 പുതിയ നോട്ട് ഇറങ്ങിണ്ടല്ലേ. പച്ചയും മഞ്ഞയും കളറൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി കൺഫ്യൂഷൻ കയ്യിൽ വരികണ ഇവിടെ. മനസ്സിലാവണ്ടേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അതെ അങ്കിളെ മാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് UK പോകാനുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തെന്ന ഭയങ്കര ഉപകാരം വരുന്ന. എനിക്ക് കണ്ടിരുന്നത് പറ്റങ്ങളെ. ഇതെന്തിനാ നിന്നെ അടിച്ചെന്നറിയാമോ? നീ എമ്മയുടെ കാര്യം ഓർമ്മിപ്പിച്ചോണ്ടാ. അവളുടെ കാര്യമൊക്കെ പണ്ടേ ഞാൻ മറന്നാണ്. അവളൊക്കെ ഭയങ്കര റേസിസ്റ്റാണ് മക്കളെ. നമ്മൾ സോഷ്യലിസ്റ്റുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അവരൊന്നും. ചന്ദ്രികേ മോളെ, ഇത് നിന്റെ പുതിയ സോഷ്യലിസ്റ്റ് ആന്റിയാ, ചന്ദ്രിക ആന്റി. ആ പെയിന്റിങ്ങിന്റെ മൂടങ്ങ് പോയി. എന്തെങ്കിലും കഴിച്ചിട്ട് നിന്റെ അപ്പന്റെ കൂട്ടുകാരനാന്നല്ല പറഞ്ഞ. മോളെ മോരുകറിയായോ? താടി ഉള്ളതുകൊണ്ട് നീരറിയില്ല. ആ എന്താടാ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ വെറുതെ ഒന്ന് കാണാൻ വന്നതാ. എന്നാ നീ നന്നായിട്ട് കണ്ടോ. ഇനി ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല. ഞാൻ വന്നത് നാളത്തെ കല്യാണത്തിന് സാമിന്റെ സാധ്യതകളെ കുറിച്ച് അറിയാൻ വേണ്ടി. സാമിന്റെ ഇനിയുള്ള സാധ്യതകൾ വരനെ സ്വീകരിക്കൽ, സദ്യക്ക് മേൽനോട്ടം വഹിക്കൽ, പിന്നെ വധുവരന്മാരെ അനുഗ്രഹിച്ച് യാത്രയാക്കൽ. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വരന്റെ സ്ഥാനത്ത് സാമിന് സാധ്യത എന്തെങ്കിലും. പാതിരാത്രിക്ക് നീ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാൻ വന്നാണോ? എനിക്ക് ഉറങ്ങണം. നാളെ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. പ്രിയ വന്നിട്ടുണ്ട്. മഞ്ഞു കൊള്ളണ്ട, പനി പിടിക്കും. നാളെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് വരും. അങ്ങേരും ഉണ്ടാവും. ആ വരട്ടെ, ആട്ടിക്കോ, ആട്ടിക്കോ, അങ്ങോട്ട് നോക്കിയേ. ഒന്നുകൂടെ നീ ഇവിടെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ യാത്ര ചോദിക്കാൻ സമയമായി. അമ്മ വന്നല്ലേ, ഇനി അമ്മ ആട്ടിക്കോ. കട്ടില് ഇതെങ്ങനെ അലാർം അടിച്ചാ? ഇതെങ്ങനെ ഇവിടെ? ഇനി അടിക്കൂല. ഫോൺ ഞാൻ നേരത്തെ ഓഫ് ചെയ്തു. ഹലോ, ഞാൻ വിളിക്കാം. അതെ, എൻ്റെ ഒരു ഫ്രണ്ടാ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ വന്ന കുഴപ്പമുണ്ടോ? ഇപ്പോഴോ? ബെസ്റ്റ് ഫ്രണ്ടാ. നാളെ വന്നാ പോരെ?
ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കയറിപ്പോണ്ട പരിപാടിയില്ല. ഒരു പ്ലാനൊക്കെ സെറ്റ് ആവാനുണ്ട്. ഹലോ ഹലോ, ഇത് മോട്ടിവേറ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്നാണ്. വെസ്റ്റ്ഫീൽഡ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടോ? ഇപ്പൊ ഞാൻ എവിടെ വരണ്ടേ? At the earliest, room number 501. ഓ ഓക്കെ, താങ്ക് യു. Oh, sorry. Hi. Good morning, sir. I'm here for Mr. Aiden fraud rolling. Just a minute. Room number 501. Oh, thank you. Thank you. Excuse me, sir. Yes, come in. Sir, I'm here for the interview. Tom. I've been waiting for you. The interview. Come on, babe. Hey, What's wrong with you? Nice guy. എനിക്കൊന്നും സമയം തോന്നുന്നു പട്ടി. അപ്പൊ സമേ എന്താ പരിപാടി? ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിയൊക്കെ നോക്കണ്ടേ? നാട്ടിലൊരു ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. ബിസിനസ്സാ? ഒരു കാരണവശാലും ബിസിനസ് ചെയ്യരുത്. സാമേ, തീരെ ഒടുങ്ങിയിട്ട് കടലിറങ്ങാന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് ഇംപോസിബിൾ. പണ്ട് ഞാനും ഇതുപോലെ ബോംബെ മിഠായിക്കായി കരഞ്ഞൊരു കാലം ഉണ്ടായി. അന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വാങ്ങി തരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എത്ര മുട്ടായി വേണേ മേടിക്കാം. യു നോ വൈ? ബിക്കോസ് ഞാൻ PSC നന്നായി പഠിച്ചു. ബിടെക് അല്ലേ? PSC മാത്രം നോക്കിയാൽ മതി. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. GK ഞാനൊരു പുലിയാ. അതെൻ്റെ ഏരിയ. യു അമ്മ വിളിക്കുന്നു. നിങ്ങൾ സംസാരിച്ചു. അമ്മേ, അത് പിന്നെ ഞാനിവിടെ ഹലോ. അഭിലാഷ് പറയുന്ന കാര്യാക്കണ്ട. സാമിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബിസിനസ് തന്നെ ചെയ്. പിന്നെ എന്ത് ബിസിനസ്സാ മനസ്സിൽ? നാട്ടിൽ തന്നെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. അയാളുടെ പണിയൊക്കെ തുടങ്ങണം. നോക്കട്ടെ. എനിക്ക് 2 നിന്റെ കട ആര് പിടിച്ചതാടാ പ്രാണ? നിന്റെ തന്ത വെള്ളത്താടി വെച്ച കുറെ നേരം എന്റെ കോപ്പിലൊരു ഷോ. ഒരു കാണിച്ചു തരാം, നിന്നൊക്കെ കാണിച്ചു തരാം. എന്താ പ്രശ്നം? എന്തിനാണ് ബഹളം ഉണ്ടാക്കണേ? ഏയ് ഒന്നുമില്ലടാ. ആ പല്ലിയുടെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു. അത് ഞാൻ ഒരു രസത്തിന് അവൻ്റെ ഹോട്ടലിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ആ നിസ്സാര കാര്യത്തിന് ഓരോ വീട്ടിലും അപ്പനമ്മമാർക്ക് മക്കളാ പ്രശ്നം. ഇവിടെ നേരെ തിരിച്ചും. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തൊന്ന്. ഒരു തരത്തിൽ സമാനം തരരുത്. സാം, സാം, നീ വെറുതെ കയറി പപ്പയോട് ചൂടാവല്ലേ. പപ്പ അത് എത്ര കാലം ആശിച്ച് മോഹിച്ചു കൊണ്ടുവന്ന വണ്ടിയാന്ന് നിനക്കറിയില്ലേ? പപ്പ ഇത് വിലക്കാ ചോദിച്ചേ, അല്ലാതെ വെറുതെ ഒന്നും അല്ല. അയാളാ പപ്പയോട് ദേഷ്യപ്പെട്ടതും ചൂടായതും അല്ല.
അതിന്റെ ദേഷ്യത്തിൽ FB-ൽ വല്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അതിന് ഇങ്ങനെ പപ്പയോട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. പപ്പാ, എന്താടാ? എനിക്കൊരു പണം വേണമായിരുന്നു. അതാ രൂപത്തിന്റെ മുമ്പിലിരിപ്പുണ്ട്, എടുത്തോ. എന്താടാ? അതല്ലപ്പാ, എനിക്ക് എന്റെ ഷെയർ കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. എന്ത് ഷെയറാ? UK ഇപ്പൊ ഒന്ന് നടക്കും തോന്നണല്ലപ്പാ. ഞാനിവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്ത് ബിസിനസ്? തീരുമാനിച്ചിട്ടില്ല. നീ വന്നേ. തീരുമാനിച്ചിട്ടില്ല. എടാ സാമേ, ആദ്യം നീ ആരാണെന്ന് നീ തീരുമാനിക്കുക. നിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നീ തിരിച്ചറിയും. അവനവനെ തിരിച്ചറിഞ്ഞാല് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? അപ്പന് കാശ് തരാൻ ഉദ്ദേശമില്ലെന്ന്. ഇതാണ് നിനക്ക് ഏർപ്പെട്ട. അവനവനെ തിരിച്ചറിഞ്ഞാല് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? ഒന്നുമില്ല. സാം അവനെന്തോ ബിസിനസ് തുടങ്ങണമെന്ന് ഇന്ന് എന്നോടൊന്ന് ഷെയർ ചോദിച്ചു. അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിൽക്കണം എന്നല്ലേ നമ്മളും ആഗ്രഹിച്ച്. എന്തെങ്കിലും ചെയ്യണ്ടേ അതിന്? ഇരിക്കടാ. അപ്പനമ്മമാര് കാരണം മക്കളുടെ ഭാവി നഷ്ടപ്പെടാൻ പാടില്ല. അകത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന തൽക്കാലം നിന്റെ കാര്യം നടക്കട്ടെ. പിന്നെ ഷെയറിന്റെ കാര്യം, അതിനുള്ള സമയമായിട്ടില്ല. അതിനുള്ള പക്വതയും പ്രായമൊക്കെ ആകുമ്പോൾ ആലോചിക്കാം. തൽക്കാലം ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ച് ചെയ്യും. പറഞ്ഞ ഡയലോഗിനനുസരിച്ചുള്ള തുകയൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. ചില്ലുവാതിൽ പഴുതൊന്നിലൂടെ ഏതോ ചെറു പൊൻവെളിച്ചമെങ്ങു വന്നതാ. മെല്ലെ മെല്ലെ നീങ്ങാനൊരു കുഞ്ഞു പാത കാണുന്നൊരു പൊൻപ്രതീക്ഷ മിന്നിടുന്നതാ. ഓരോ നാളായി കാത്തിടുന്നൊന്ന് കൈവരുന്നേ കാണാതാരോ കരുതിടും നൂലിൽ പാടും നാം പാവകളോ. കേടാതെ നാളമേ നീ വഴിയേറാൻ കൂടെ വരൂ. ആരാരോ ജീവിതത്തിൽ എഴുതും നിശ്ചയമേതാ. കൂടുമെന്നെ ഇനി
എന്താണോ? ഷെഫ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവന്മാര് പൊക്കിയോന്നാ സംശയം. ഇങ്ങോട്ട് വരുന്നില്ലെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അവനല്ലെങ്കിൽ അവന്റെ ഉപ്പ വരും. ചേക്കേറുവാൻ തരുസാഖിയായി ഇരവും പകലും ലോലമായി മൗനങ്ങളോ മധുഗാനമായി കളിയും ചിരിയും ചേരവേ നിരാശയം നോവും എങ്ങും മാഞ്ഞു പോയി പ്രതീക്ഷ തൻ പൂവ് തന്നു രാവ് പോയി വിരൽ തൊടും മഞ്ഞു പോലെ ഇതാ നല്ല കാലം നെഞ്ചൻ ചില്ലിൽ വന്നിതാ കേടാതെ നാളെ നീ വഴിയേറാൻ കൂടെ വരൂ ആരാരോ ജീവിതത്തിൽ എഴുതുന്നി ചായമേതാ പറഞ്ഞിട്ട് 1 മണിക്കൂറായി. കുറെ നേരമായല്ലോടെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. വല്ല നടക്കോ? എന്താ പ്രശ്നം? വി ആർ ഫ്രം ഫുഡ് ആൻഡ് സേഫ്റ്റി. നിങ്ങളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാ. പരാതിയാ? സെർച്ച് ദേ. യെസ് മാഡം. അതോടെ വെച്ചേക്കും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് പുറത്തു പോയേ. Come on, search. ഒന്ന് പുറത്തു പോകും. ഇത് മുഴുവൻ പഴകിയ ഭക്ഷണമാണ് സർ. സർ, ഇവിടെയൊക്കെ മൊത്തത്തിൽ ഒരു ആക്രി സെറ്റപ്പാ. സീൽ ഇറ്റ് റൈറ്റ് നൗ. സാറേ, വീട്ടിൽ പട്ടിക്ക് കൊടുക്കാൻ വെച്ച ഫുഡ് വേസ്റ്റാ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടി ഉപയോഗിക്കാനല്ല. പിടിക്കപ്പെടുമ്പോ എല്ലാവരും ഇതൊക്കെ തന്നെ പറയാറ്. അതൊക്കെ പറയേണ്ട അടുത്ത് ലീഗലായിട്ട് പറഞ്ഞാൽ മതി. സർ പ്ലീസ്. സാറേ, സാറേ എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഓഫീസിൽ പോയിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം സാർ, പ്ലീസ് സാർ, എന്നെ ഒന്ന് രക്ഷിക്കും പ്ലീസ്. ഇതൊരു സീരിയസ് ഒഫൻസ് ആണ്. എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അല്ല സാർ, രാവും പകലൊന്നും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടതാ സാർ. അതിൻ്റെ കടമൊക്കെ തീർത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ വേറെ സാർ, എങ്ങനെയെങ്കിലും ഒന്ന്. ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നോ? അല്ല സാർ, കാണേണ്ട പോലെ എങ്ങനെയാന്ന് വെച്ചാൽ കാണാമായിരുന്നു. സാറ് പറഞ്ഞാൽ മതി, ചോദിച്ചേ ഉള്ളൂ. വ്യക്തമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറന്റ് റെയ്ഡ് ചെയ്തതും ആക്ഷൻ എടുത്തതും. ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഇന്നസെൻസ് നിങ്ങൾക്ക് കോടതി വഴി പ്രൂവ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അതല്ല സാർ, ഹായ്, സീരിയലിലൊക്കെ കാണുന്ന വീട് പോലുണ്ട്. മഞ്ഞ കളർ, ചുവന്ന കാറ്. വീട് കൊള്ളാം, നിനക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. വീടൊക്കെ ഇവിടെ നാട്ടിലടാ, പക്ഷെ എന്റെ കളി ലണ്ടനിലല്ലേ. ആരാ? അത് ഞങ്ങൾ മാട്രിമോണിയിലെ ആഡ് പരസ്യം കണ്ടു വന്നതാണല്ലേ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഹെലൻ എത്തിയിട്ടില്ല. ടുമാറോ മോർണിംഗ് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? നാളെ കാണാം. See you in the morning. Okay. Tomorrow coming. ചടവ കദറി വാ.
ഹലോ നീ ചെപ്പടപ്പ് കിടക്കണം. നിന്നെ എത്ര നേരം വിളിക്കണം? എനിക്ക് ഫോൺ എടുക്കാൻ പാടില്ലേ? ഒരു മെസ്സേജ് ചെയ്യാൻ പാടില്ലേ? പെണ്ണുകൊണ്ട് ദിവസം ഞാൻ വന്നേക്ക്. നീ ഇതെവിടാ? നീ ഒന്ന് പോയേ. ഞാൻ ഇവിടെ എത്തി. ഞാൻ കൊണ്ടിട്ടേ പറ്റുള്ളൂ. ആ ഒന്നും കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞു കണ്ടിട്ടേ പറ്റുള്ളൂ. ഹായ്. സോറി ട്രാഫിക്. നോ പ്രോബ്ലം. മോളകത്തുണ്ട്. മോളെ ഹെലൻ. You're a nice guy. Like to ഒന്ന് പോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നിന്നെ വീണ്ടും തേക്കേണ്ടി വന്നല്ലേ. കൂട്ടുകാരനായിരുന്നു അന്ന് വന്നില്ലായിരുന്ന. കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയാൻ വന്നതാ. നന്നായി. ഓക്കേടാ. ഓക്കെ ടാറ്റ. പാവാ. സാമേ സാമേ എണീക്ക്. എന്ത് ഉറക്കോടാ. എടാ എണീക്കാൻ നോക്ക്. ഇതേ നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കുന്നു. പെണ്ണ? ആ നിന്റെ അപ്പ അവളെ അടുത്ത് നടന്നതിന് മുമ്പ് രക്ഷിക്കാൻ നോക്ക്. ഈ ഇലക്കൊരു നീലാറം നിൽക്കുന്നത് അതൊരു കാരണവശാലും ഇതിനോട് ഉപയോഗിക്കരുത്. ഇവളെന്ത് ഇവിടെ? അതിന് പകരമായിട്ട് നമുക്ക് ചാണകോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ. കുട്ടിക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഇങ്ങോട്ട് വാ. എല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വളം ചേർക്കുന്നതിനകത്ത് പുറകിലത്തെ ചീര മൊത്തം വാടി നാശായിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചില്ലേ? ഞാനിപ്പോ പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വന്നു. കംപ്ലീറ്റ് പോയിരിക്കാം. ഒന്ന് നോക്കിയാ പോയി. ചേട്ടാ നീ ഒന്ന് പിടിച്ചേ. മോളെ ഈ ചാണകത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഞാൻ ആ റെസ്റ്റോറന്റ് പരിപാടിക്ക് വിട്ടു വേണം. എന്ത് ഭ്രാന്താണ് നീ കാണിച്ചത്? നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നലത്തെ മീൻകറി ചൂടാക്കി വെച്ചത്? എന്നിട്ട് ചട്ടോട്ട് പറഞ്ഞേക്കുന്നവൻ. ഇന്നലത്തെ മീൻകറി ചീത്തയായി പോയി. ഞാനിപ്പോ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലല്ല. എന്നെ അവർ ചവിറ്റുകൊട്ടയിലേക്ക് തട്ടി. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിലാ. അവിടെ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിനെനിക്ക് സാമിന്റെ സഹായം വേണം. അയ്യോ, ആരെ സഹായിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. മാത്രമല്ല ഷവർമാരി കൊണ്ടിരുന്ന എഡ്യൂക്കേഷനിലൂടെ പലിശ പോലും എനിക്ക് അടച്ചെടുക്കാൻ പറ്റില്ല. സാം ഈ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും. എന്തായാലും ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. എടാ നീ ഇപ്പൊ എന്തായാലും വെറുതെ നിക്കല്ലേ. അപ്പൊ അവളായിട്ട് സഹകരിക്കുന്നോണ്ട് നിനക്ക് ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ജീവിതം ഒരു ദീർഘദൂര യാത്രയാണ്. 3 വിശ്വാസങ്ങൾ ജീവിത വിജയത്തിന് ആവശ്യമാണ്. ആത്മവിശ്വാസം, അന്യരിലുള്ള വിശ്വാസം, പിന്നെ ഈശ്വര വിശ്വാസം. ഈ ഒരു ചെറിയ സമയം കൊണ്ട് അഭിനന്ദനം എല്ലാം പഠിപ്പിച്ചു അല്ലേ? എന്തുവാടാ ഇത്? കുറെ നേരമല്ലോ ഒരു തേങ്ങയും വെച്ചോണ്ട്. ന്യൂ ജനറേഷൻ പോലും. അതെ, അന്ന് ഇവിടെ വന്ന പെങ്കൊച്ചു പറഞ്ഞ കാര്യമില്ലേ? അതൊന്നും ശരിയാവൂലമ്മ. ഞാനതൊക്കെ വിട്ടു. എടാ അശ്വതി എന്നെ വിളിച്ചിരുന്നു. തേങ്ങ പൊതിക്കുന്ന പോലെയല്ല, ഇത് നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിച്ചിട്ട് കൊള്ളാവുന്ന ഒരു കാര്യം ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ലത്. എനിക്കൊരു പണിയുണ്ട്. പിന്നെ മലമറിക്കുന്ന പണിയല്ലേ? ഒന്ന് പോടാ വരും. പ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റെസ്റ്റോറന്റ് പൂട്ടിയാൽ എനിക്ക് എടുത്താൽ പൊങ്ങാത്ത കടവുണ്ട്. അതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് വരുമ്പോഴാ തൻ്റെ ഈ പ്രോജക്റ്റ് ഒക്കെ ശരിയാവും. പിന്നെ ഈ പ്രോജക്റ്റ് കൊണ്ട് എന്നെക്കാളും ഉപകാരം ഉണ്ടാകാൻ പോകുന്ന സാമിനാന്ന് എനിക്ക് ഉറപ്പുണ്ട്. See you. പൂക്കുന്നേ താനേ എന്തിനോ കണ്ണിമകൾ മിന്നുന്നേ പുഞ്ചിരികൾ ചേരുന്നേ അറിയാതെന്തിനോ വരും വഴി മാറുന്നേ ചിന്തയൊന്നേ മാറുന്നേ വേറെ എന്തിനോ
നെഞ്ചിലൊരു മോഹത്തിൻ പന്തലാരോ മെയ്യുന്നേ പറയാതെ എന്തിനോ അകലെ കണ്ടതാ കനവും ആശയും പതിയെ മഴപ്പോൾ പോകയായി അതിലും ചേരുമായി കാലമോ വന്നിതാ ഒരു പടി കൂടെ മുകളിലും അരികെ അഴകായി ചേരുമെൻ ജീവിതം നനയാ അലിയാ മഴ പോലെ ജീവിതം ദിനവും മധുരം സുന്ദരം ജീവിതം നിരവായി തുടരാം ശുഭയാനം ജീവിതം ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ പ്രതിഭ തെളിയിച്ച യുവതീ യുവാക്കൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അതിലെനിക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ സമൂഹം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രൂക്ഷമായ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നത്തിന് പ്രായോഗികമായ ഒരു പരിഹാരം കാഴ്ചവെച്ച സാം ജോസഫിനും ടീമിനും എൻ്റെ കൈകൊണ്ട് ഈ അവാർഡ് സമ്മാനിക്കാൻ കഴിയുന്നു എന്നതിലാണ്. ഇവർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭൂമിയിൽ പാഴ്വസ്തു എന്നൊന്നില്ല എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുനരുപയോഗ സാധ്യതയെ തിരിച്ചറിയുന്നില്ല എന്നാണ്. മാറേണ്ടത് നമ്മുടെ ഈ വലിച്ചെറിയൽ സംസ്കാരമാണ്. സീറോ വേസ്റ്റ് എന്നത് ഒരു ജീവിത രീതിയായി നമ്മൾ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. കലയും പാഴ്വസ്തുക്കളും ചേർത്ത് അത്ഭുതങ്ങളാണ് സാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റിൽ നിന്ന് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ സാധ്യമാക്കാവുന്നതേ ഉള്ളൂ. പ്രകൃതിയെ ദൈവമായി കണ്ട് ആരാധിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർക്കുള്ളത്. അവരതിനെ നല്ല രീതിയിൽ പരിപാലിച്ചത് കൊണ്ടാണ് നമുക്ക് ഭൂമിയും ജലവുമൊക്കെ ഇന്നും ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശം പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമിനെ പോലെയുള്ള പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. ഇനി ഈ വിപ്ലവകാരിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി നമുക്ക് കേൾക്കാം. നന്ദി. നമസ്കാരം. ഇതൊരു വിപ്ലവമാകുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി, പ്രകൃതിയെ ഇതുപോലെയെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിച്ചേ മതിയാവും. ഒരു സമയത്ത് ഈ ന്യൂജൻസിനെ പോലെ ഞാനും വിചാരിച്ചിരുന്നത് വിദേശത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുകയും ജീവിതം അടിച്ചു പൊളിക്കാമെന്നൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിക്കുകയും ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാക്കി തരികയും ചെയ്തത് എൻ്റെ പപ്പയും അമ്മയാണ്. ഈ അംഗീകാരം ഞാൻ അവർക്ക് സമർപ്പിക്കാം. നിങ്ങളെപ്പോ പറഞ്ഞു? പിന്നെ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നൊരു കൂടെ ഉണ്ടെങ്കിൽ അതിന് ഇരട്ടി മധുരമാണ്. ഞാനിപ്പോൾ ആ ഒരു ത്രില്ലിലാണ്. താങ്ക് യു. അമ്മയെന്ന നിലയ്ക്ക് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? കുട്ടിക്കാലത്ത് അവൻ ഇതുപോലെ ഒത്തിരി കഴിവുകൾ കാണിക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞങ്ങളിതൊരു വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ഇപ്പൊ അവന്റെ ഈ വിജയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ ഭാര്യ പറഞ്ഞ പോലെ
സാമില് അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ അത് മിക്കവാറും എല്ലാ കുട്ടികളിലും ഉണ്ടാവും. അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിലാണ് എൻ്റെ വിജയം. പിന്നെ മാത്രമല്ല, അവൻ്റെ ജ്യേഷ്ഠനുണ്ട് ടോം. അവനിലും അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെയും കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതപ്പോ തുടങ്ങി. ഇനിയിപ്പോ പുതിയ ശീലങ്ങൾ തുടങ്ങല്ലോ. വലിയ സക്സസ്ഫുൾ റീസൈക്കിൾ മാനൊക്കെ അല്ലേ നമ്മളൊക്കെ. എഴുത്തൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഒരു പെണ്ണ് അടുത്തിടപഴകി അത് പ്രേമാണെന്നും കല്യാണം കഴിച്ച് കൂടെ കൂട്ടാൻ നോക്കെ. പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. പ്രിയ, അതെ ഇവിടെ എല്ലാ തെണ്ടികൾക്കും തോന്നിയതെല്ലാം നിനക്ക് അവളോട് തോന്നിയത് നീ അവളോട് തുറന്നു പറഞ്ഞിട്ടുമ്പോ ഞാനത് ഒറ്റയ്ക്ക്. എന്നിട്ട് അവൾക്ക് നിന്നെ മനസ്സിലായില്ലെങ്കിൽ അവിടെ പോവാൻ പറ. അതൊക്കെ അവളുടെ നഷ്ടവും അത്രേ ഉള്ളൂ. ചെല്ലേ ഒറ്റയ്ക്കാ. എന്താ ചേട്ടാ? സോറി. എന്തിനു? എല്ലാത്തിനും. പ്രിയ, പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കണം. സംസാരിച്ചിട്ടാ ഞാൻ അവിടുന്ന് പോവും. എനിക്ക് പ്രിയയെ കാണണം. അവളെ കണ്ടിട്ട് ഞാൻ അവിടുന്ന് പോവും. വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന സ്ഥാപനമായത്. നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ല. അവളെ കണ്ടിട്ടേ പോളൂ. അവളോട് സംസാരിക്കണം. നിങ്ങൾ കൂടുതൽ ബഹളം വെക്കുകയാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പ്രിയ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കോൺഫിഡൻസ് ഉറങ്ങി. എടാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെ വേണ്ടാന്ന് വെക്കുമ്പോണ്ടാവുന്ന ഫീല് ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അയ്യോ സത്യാട്ടോ, അതൊരു ഭയങ്കര ഫീലാ. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ മോളി തോമസ് പ്ലസ് 2 പഠിക്കുമ്പോൾ സ്കൂൾ മാറിപ്പോയപ്പോഴേ ഞാൻ കുറെ കാലം ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിരിക്കും. അതൊരു ഒന്ന് പതുക്കെ പോണേ. പതുക്കെ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ചെക്കിംഗ് ഉണ്ടോ?
എനിക്ക് അറിഞ്ഞൂടാ ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. എന്തായാലും നീ ഒറ്റയ്ക്ക് ഒന്നുകൂടെ പോയി കണ്ടു നോക്ക്. പച്ചയ്ക്ക് പോയാ മതി. പ്രിയ, എന്താ സാം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആണോ? പേഴ്സണലാ. സാമേ, ഇക്കാര്യം പറഞ്ഞ് എന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. പ്രിയ, ഹലോ. I am Prashant from Delhi Development Authority. A good news for you, recycle man. Your project approved. എത്രയും പെട്ടെന്ന് താങ്കൾ ഡൽഹിയിൽ എത്തണം. പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഞാൻ. സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. No. എയർ ടിക്കറ്റ് അതർ ഡീറ്റെയിൽസ് ഓൾറെഡി മെയിൽ ചെയ്തു. എത്തിയേ പറ്റൂ. Then all the best. See you, take care. ഓക്കെ സാർ, ശരി. പൊന്നമ്മ എന്നെന്തിനാ പറഞ്ഞുകൊണ്ടാ അവനോട് നമ്മളെ അമ്മ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. വേണോ? ബില്ലടിക്കുന്നിടത്തേക്ക് വരും, ഞാൻ അവിടെ കാണാം. ഇവനെ എന്തോ കണ്ട് രാമേ, നീ എന്താ ഇവിടെ? ലണ്ടനിൽ പോയില്ലേ? ആ ഇതായപ്പോ എന്റെ ലണ്ടൻ. എടാ അവിടെ അമ്മയെ നോക്കാനും ഇവിടുത്തെ പണിയൊക്കെ എടുപ്പിക്കാൻ വേണ്ടി അവൾ എന്നെ കെട്ടിയതിന്റെ പിറ്റേ ദിവസം അവള് ലണ്ടനിൽ പോയി. വിസയൊക്കെ അയച്ചു തരാന്നാ പറഞ്ഞ. കിട്ടി. എന്റെ അളിയാ, ദൈവം നിന്റെ കൂടെ, നീ രക്ഷപ്പെട്ടത്. അല്ല എനിക്ക് പറ്റുള്ളക്ക് ഇട്ടിട്ട് പോകുമ്പോളേ എന്തിനു വെറുതെ തൂങ്ങി പിടിച്ചിരിക്കണോടെ? എന്റെ അളിയാ, നമ്മളൊരു ലോട്ടറി എടുത്തിട്ട് അത് അടിച്ചില്ലെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ആ ലോട്ടറി എടുക്കില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? എന്നെങ്കിലും ആ ലോട്ടറി അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാ. ആ അങ്ങനെ ഒരു പ്രതീക്ഷ കൊണ്ട് ഞാനിവിടെ അങ്ങ് ജീവിച്ചു പോകുന്നു. വല്ലാത്തടിയെ പോലെ. ആ എന്തോ ദേ വരുന്നു. അളിയ എടാ പോയിട്ട് കുറച്ച് തിരക്കണ്ട്. വീട്ടിൽ പാചകം ഒക്കെ ഞാൻ തന്നെയാ. ഇതൊക്കെ വെച്ച് അവർ അണ്ണാക്കി കുത്തി കയറ്റിയാലേ അവർക്ക് സമാധാനം ഉണ്ടാവും. പിന്നെ വിറകെടുപ്പില്ല വെപ്പ്. ടൈമില്ല. പോട്ടെ അളിയ. വരുന്നു. ശരിടാ എന്നാ പോയിട്ട് വേണം വിറക് വെട്ടാൻ. ഭർത്താവേ ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. താങ്ക് യു. തക്കാളിക്ക് അത്രയും വെള്ളം ഒഴിച്ചാൽ കാണിക്കണം. ഇവിടെ മാറി ഇത്രയൊക്കെ തണ്ടും തടിയുള്ള ആമ്പിളറുള്ളപ്പോ അപ്പൻ ഇതൊക്കെ ചെയ്യണം. ഞാൻ ചെയ്തു തരില്ലേ? കഷ്ടശ്രീ അവൾ അടിച്ചെടുക്കുന്നു തോന്നുന്നു. രാവിലെ തന്നെ സന്തൂരം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ മോൻ. വേണ്ട തൊലി കൂർക്കണത്. അവാ എനിക്ക് എന്റെ ഷെയർ വേണം. ഷെയറാ? എടാ അത് വേവിച്ചിട്ട് തരടാ, അല്ലെങ്കിൽ വാ ചൊറിയും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്ക് ഷെയർ വേണം. ഒരു ബിസിനസ് തുടങ്ങാനാ. ബിസിനസ്സിനല്ല, എന്തിനാണെങ്കിലും ഷെയർ വലിയൊരു കുന്തു. അപ്പൊ എന്താണപ്പാ? എടാ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. 10 പൈസ കിട്ടില്ല. ഉറപ്പാണ്. എന്താ നീ കാണിക്കുന്നത്? ഭ്രാന്തായ നീ എന്താ ഇവിടെ? ഞാൻ ഡൽഹിക്ക് പോവാ. കുറച്ചു കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സമ്മാനം കൂടെ തരാം. പോകുമ്പോ നീ അതും കൂടെ കൊണ്ടുവയ്ക്കോ. എന്ത് സമ്മാനം? പ്രിയ
ഹായ്. ഇവളെ നിനക്ക് നേരത്തെ അറിയോ? എന്റെ ഫ്രണ്ടാടാ. ഇവളാ? ആ. എന്നിട്ട് നീ എന്താ എന്നോട് നേരത്തെ പറയുന്നത്? അതെങ്ങനെയാ? നിന്നെങ്ങനെയാ വിശ്വസിക്കുക? ബന്ധങ്ങളെക്കാളും നിനക്ക് വലുത് നിന്റെ കാര്യങ്ങളല്ലേ? മാത്രല്ല ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. ഇത് ഇവളുടെ ഒരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് കരുതിയാ മതി. അപ്പൊ ഇങ്ങനെ പോവല്ലേ? ഞാനുണ്ട് ഡൽഹിക്ക്. മാറോടാ ഡൽഹിക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. Oh, chill, man. Don't do that. Don't mess with our things, you bloody Indians. Hey, hey, what are you doing? Don't hit me. Get off. No. നിനക്ക് വണ്ടി ഇവിടെ പറഞ്ഞു വിട്ടല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ ബ്ലഡി ഇന്ത്യന്ന് എനിക്ക് പോടാ. ആ സായിപ്പ് കുടുംബത്തിന് വലിയ പ്രശ്നക്കാരനായിരുന്നു. ടോമിന്റെ നല്ല ഇടിയോടുകൂടി അയാളങ്ങ് നന്നായി. എന്നെ കൊണ്ട് നടക്കാതെ പോയ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ടോം ഏറ്റെടുത്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ടോം പ്രയോഗിച്ചത് കളരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ ഒരു സഹോദരി ഇവിടെ കളരി പഠിക്കാൻ ടോമിനോട് കൂടിയിട്ടുണ്ട്. കൂടുമ്പോൾ ഇൻപമുള്ളതാണല്ലോ കുടുംബം. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇൻപമുള്ളൊരു ദിവസമാണ്. പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. അരികെ അഴകായി ചേരുമെൻ ജീവിതം നനയാൻ അലിയാൻ മഴ പോലെ ജീവിതം ദിനവും മധുരം സുന്ദരം ജീവിതം നിരവായി തുടരാം ശുഭയാനം ജീവിതം. ഇതുവരെ ഇവിടെ അലയുമൊരിലയായി ഞാൻ എന്തെന്തിനോ പഴയൊരു കാലത്തിൻ പടുവഴി നടന്നേ വെറുതെ എന്തിനോ ജനലഴിയരികെ ഇളവയിലിതളായി ആരോ എന്തിനോ വിളറിയ ചെടിയിൽ പുതിയൊരു മലരോ വിരിയും എന്തിനോ ചെറുപാട്ടുമ്പയും സമയം ആവുകിൽ ഉയരെ തരമായി മാറുമേ സ്ഥിരമായി പായുവാൻ ചിലരും ചേരുമേ ഒരു പടി കൂടെ മുകളിലും പറന്നുയരാൻ അരികെ അഴകായി ചേരുമെൻ ജീവിതം നനയാൻ അലിയാൻ മഴ പോലെ ജീവിതം ദിനവും മധുരം സുന്ദരം ജീവിതം നിരവായി തുടരാം ശുഭയാനം ജീവിതം അരികെ അഴകായി ചേരുമെൻ ജീവിതം നനയാൻ അലിയാൻ മഴ പോലെ ജീവിതം ദിനവും മധുരം